മേനോൻ സതീശൻ ആള് കൊള്ളാം അല്ലേ? നമ്മുടെ മോഡിയെ പോയി കണ്ട് ഇനി വീഡിയോ റോഡ് അടിപൊളി കണ്ട് മടിയിൽ കനമുള്ളതെന്നല്ല പേടിച്ചിട്ട് കാര്യമില്ല. എന്തായാലും പിണറായി പേടിച്ചിട്ടൊന്നുമില്ല. ഇപ്പം നാടുമല്ല വീഡിയോ വന്നാലും പിണറായി ആണെന്നില്ല. പ്രധാനമായിട്ടുള്ള ഡീല് നീക്കം ഏകദേശമൊക്കെ ഉറപ്പായി സതീശന്. എന്തായാലും വോട്ടിട്ട് കൊടുത്തവർക്ക് നല്ല മനസ്സിലായിട്ടുണ്ടാവും സതീശൻ്റെ നൊണേഷൻ്റെ കളികൾ. പിന്നെ നൊണേഷൻ്റെ കളികളൊക്കെ ഇനിയും വരും. ഒരു മുന്നറിയിപ്പില്ലാതെയല്ലേ ഇ.ഡി വന്ന് പരിശോധനയ്ക്ക് റിയാസിൻ്റെയും അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ വീട്ടിലൊക്കെ വന്ന് എന്നിട്ട് എന്ത് കിട്ടി? ജനങ്ങൾ കല്ലെറിഞ്ഞ് ഓടിച്ചെന്നല്ലാതെ ഒരു കോപ്പം കിട്ടിയില്ല അവിടെ നിന്ന്. എങ്ങനെയെങ്കിലും കമ്മ്യൂണിസത്തെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനെ ഇല്ലാതാക്കണം, പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സതീശനും മോഡിയായിട്ടുള്ള ഡീല് അത് കേരളത്തിൽ എന്തായാലും നടക്കില്ല. ചിലപ്പോൾ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഈ പ്രതിഷേധവും ഈ ജനങ്ങളുടെ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം. എന്നാലും കൊച്ചിൻ റിഫൈനറി എക്സോളജിക്ക് തട്ടിപ്പ് ലോണ്ടറിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് വന്നത്. അതൊക്കെ വരുന്നെങ്കിലും നേരത്തെ ആവുമായിരുന്നു. എന്തുകൊണ്ട് നേരത്തെ ആയിരുന്നില്ല? അപ്പോൾ ഇതിപ്പോൾ കരുതിക്കൂട്ടി മുൻകൂട്ടി അവർ പ്ലാൻ ചെയ്ത് വന്നതല്ലേ. എന്തായാലും സതീശൻ്റെ ഭരണം ഇപ്പം തന്നെ ഒരുവിധം ഓക്കെ ആയി. മിക്കവാറും അതിനുള്ള പൂട്ട് വീഴും. കാരണം ആഭ്യന്തരമന്ത്രിയായിട്ടും ചെന്നിത്തലയായിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ സതീശനും ഉടക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഹൈക്കമാൻഡ് വിളിച്ച് വിലക്കിയിരിക്കുകയാണ് സതീശന്. മിക്കവാറും പൂട്ട് വീഴും. ഹൈക്കമാൻഡ് തന്നെ മിക്കവാറും 6 മാസത്തിനകത്ത് താഴെ പിടിച്ചിറക്കും. നല്ലൊരു ഭരണം മതേതരം ആണ്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്ന ടൈമിലുണ്ടായിരുന്നു. ഇതിപ്പോൾ മാറിയ ഭരണമാണ്. വർഗീയത കുറച്ചുകൂടെ കൂടും എന്നല്ലാതെ ഈ RSSനെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് ഇവന്മാർ ചെയ്യണത് അതെന്തായാലും ഒരു പൂട്ട് വീഴാൻ തന്നെയാണ്.